അത്തം അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ വന്നുചേരുന്ന സമയമാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കച്ചവടക്കാർക്കും ധനലാഭമുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ വഴി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. യാത്രകൾ ഗുണകരമായി ഭവിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ സുഗമമായി നടക്കും. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നത് ഐശ്വര്യം നൽകും. ചിത്തിര നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് നല്ല ഉണർവ് അനുഭവപ്പെടും. ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ധനപരമായി നേട്ടങ്ങളുണ്ടെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം അച്ചടക്കം പാലിക്കണം. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. രാഹുദോഷം അകലാൻ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ചകളിൽ ശാസ്താവിനെ വന്ദിക്കുന്നതും ഗുണകരമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുരംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പണം തിരികെ ലഭിക്കും. പുതിയ വീടുപണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് കൃഷിയിൽ നിന്നും തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്നവരുടെ സ്നേഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ കരുത്താകും. ശനിയാഴ്ചകളിൽ നീരാജനം സമർപ്പിക്കുന്നത് ഗുണഫലങ്ങൾ കൂട്ടാൻ സഹായിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ അറിവുകൾ നേടാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ചില യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ശത്രുക്കളുടെ നീക്കങ്ങളെ സമാധാനപരമായ രീതിയിൽ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. മൂലം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും. എതിർപ്പുകളെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നത് വിദ്യാപുരോഗതിക്കും തൊഴിൽ വിജയത്തിനും നല്ലതാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തുനിന്ന് നല്ല വാർത്തകൾ തേടിയെത്തും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങാൻ സാധിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ കഴിക്കുന്നത് ഐശ്വര്യം നൽകും. ഉത്രാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഈ മാസം ലഭിച്ചു തുടങ്ങും. ഉന്നതരായ വ്യക്തികളുടെ സഹായം ലഭിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഞായറാഴ്ചകളിൽ സൂര്യഭഗവാന് ജലമർപ്പിക്കുന്നത് ഉത്തമമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തനങ്ങളിൽ നല്ല ശോഭിക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. സാമ്പത്തികമായി നിലമെച്ചപ്പെടും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് സ്വർണ്ണാഭരണങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ വാങ്ങാൻ ഭാഗ്യമുണ്ടാകും. ബിസിനസ് വിപുലീകരിക്കാൻ തീരുമാനിക്കും. ദാമ്പത്യ ജീവിതം സമാധാനപരമായിരിക്കും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് കാര്യവിജയത്തിന് നല്ലതാണ്. ചതയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ അനുകൂലമായ സമയമാണ്. മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും ഭംഗിയായി നടക്കും. രാഹു പ്രീതിക്കായി നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും സഫലമാകുന്ന മാസമാണിത്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം ചെലവഴിക്കാനും ഇടയാകും. തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും. വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നത് ഉത്തമമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പഠനത്തിലും ജോലിയിലും വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. മേലധികാരികളുടെ പ്രശംസ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ വന്ദിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. അവസാന നക്ഷത്രമായ രേവതിക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ വഴി
പുതിയ അനുഭവങ്ങളും നേട്ടങ്ങളുമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം ഐശ്വര്യം നൽകും. ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാ നക്ഷത്രക്കാർക്കും ഈ മാർച്ച് മാസം ശുഭകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.